നമസ്കാരം. പ്രധാന വാർത്തകൾ. നെല്ലായ മോസ്കോ പൊട്ടച്ചിറയിൽ പാടത്ത് കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 76-കാരനായ അയ്യപ്പനാണ് മരിച്ചത്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അയ്യപ്പനെ മരിച്ച നിലയിൽ പാടത്ത് കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. തൂതുപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു. വീട്ടിക്കാട് പുലാക്കൽ ഷമീർ ബാബുവിന്റെ മകൻ 12 വയസ്സുള്ള മുഹമ്മദ് ബിൻഷാനാണ് മരിച്ചത്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വെള്ളിനേഴി ചാമക്കുന്ന് മള്ളിയൂർ കോളനിക്കാരുടെ കുടിവെള്ള പ്രശ്നം. CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന CPI. പ്രദേശത്തേക്ക് കുടിവെള്ള വിതരണം നടത്തി CPI. ആവശ്യമെങ്കിൽ ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ. വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ടൂർ പാക്കേജുമായി KSRTC. മലപ്പുറത്ത് വിവിധ ഡിപ്പോകളിൽ നിന്നും കൂടുതൽ ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. അവധി ദിവസങ്ങളിലാണ് യാത്ര. പട്ടാമ്പി മരുതൂരിൽ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ. ക്വാറിക്കെതിരെ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചു. ജനവാസ മേഖലയിൽ ക്വാറി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. നെല്ലായ മോസ്കോ പൊട്ടച്ചിറയിൽ പാടത്ത് കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അല്ലിമംഗലത്തൊടി അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 76 വയസ്സായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കൃഷി നനയ്ക്കാൻ വീടിന് സമീപത്തെ പാടത്തേക്ക് പോയതായിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്നു. പിന്നീട് 10:30 പാടത്ത് നീർച്ചാലിൽ മരിച്ചു കിടക്കുന്നതായാണ് നാട്ടുകാർ കണ്ടത്. ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ചെർപ്പുളശ്ശേരി SHO T ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശത്ത് വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന ആളാണ് അയ്യപ്പൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം പറയാനാകൂ എന്ന് പോലീസ് പറഞ്ഞു. തൂതുപ്പുഴയിൽ കുളിക്കുന്നതിനിടെ കാൽവഴുതി വീണ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. വീട്ടിക്കാട് തെക്കുമുറി പുലാക്കൽ ഷമീർ ബാബുവിന്റെ മകൻ 12-കാരനായ മുഹമ്മദ് ബിൻഷാനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പാറൽ കരിപ്പാലി ഭാഗത്താണ് കുട്ടി ഒഴുക്കിൽപ്പെട്ടത്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ബിൻഷാൻ. വെള്ളിനേഴി പഞ്ചായത്തിലെ ചാമക്കുന്ന് മള്ളിയൂർ കോളനി പ്രദേശത്തുകാരുടെ കുടിവെള്ള പ്രശ്നം. പഞ്ചായത്ത് ഭരിക്കുന്ന CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് CPI. പ്രദേശത്തേക്ക് CPIയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. കഴിഞ്ഞ 3 മാസമായി കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാണ് ഈ പ്രദേശത്തുകാർ. ഈ ഭാഗത്ത് 2 കുടിവെള്ള പദ്ധതി ഉണ്ട്. ഈ 2 വളരെ ദയനീയ അവസ്ഥയിലാണ്. ആരും ഒരു ജനപ്രതിനിധികളും ഇതിനു വേണ്ടി സഹകരിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരോടും സമ്മർദ്ദം ചെലുത്തി. എല്ലാവരും ഞങ്ങളോട് ഞാൻ ശരിയാക്കാം, ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കൂ, വേറൊന്നുമില്ലല്ലോ, ഈ ഒരു ചോദ്യം അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഇതപ്പോൾ MLA അടക്കം 2.5 വർഷത്തിന് ശേഷം ആ മനുഷ്യനുണ്ടോയെന്നും കൂടി ഞങ്ങൾ ഈ ഭാഗത്തു കൂടെ കണ്ടിട്ടില്ല. അപ്പോൾ വേറൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെയൊക്കെ ഒരു ചെറുപ്പം മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് അത്യാവശ്യം ആഗ്രഹപ്പെടുന്ന ഒരു കാര്യമാണ് വായിലൊരു തുള്ളി വെള്ളം ഒറ്റിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനൊരു അത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബാധ്യതയാണ്. അതിനെങ്കിലും ദയനീയമായി ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് ഈ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇതിൽ ഇടപെടണം. ഭയങ്കരമായി ഒരവസ്ഥയിലാണ് ജനങ്ങളും സ്ത്രീകളും കുട്ടികളൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടിലാണ്. 2 കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും വെള്ളമില്ലാതെ മാസങ്ങളായി ദുരിതം നേരിടുകയാണ് വെള്ളിനേഴി പഞ്ചായത്തിലെ ചാമക്കുന്ന് മള്ളിയൂർ കോളനി പ്രദേശങ്ങളിലെ 200ഓളം കുടുംബങ്ങൾ. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം CPIയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും നിവേദനം നൽകിയിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് CPIയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. പഞ്ചായത്തും CPMും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും അധികാരികളുടെ കണ്ണു തുറക്കുന്നതുവരെ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും കുടിവെള്ളം എത്തിച്ചു നൽകിക്കൊണ്ട് CPI ലോക്കൽ സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിനെയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും രേഖാമൂലം കത്ത് ഞങ്ങൾ കൊടുത്തതാണ്. ഇതുവരെ പഞ്ചായത്ത് ഭരിക്കുന്ന CPIMോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ പരമാർത്ഥം. എന്നാൽ ഇന്നലെ ഇവിടുത്തെ 2ാം വാർഡിലെ മെമ്പർ കുറച്ച് കുടിവെള്ളം ഇത് കൊടുത്തു എന്നാണ് ഞങ്ങൾ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യപ്രകാരം ഈ വിഷയം ഏറ്റെടുക്കുകയും വെള്ളിനേഴി പഞ്ചായത്തിലെ മള്ളിയൂർ കോളനി പരിസരത്തും മാത്രമല്ല ഏത് പ്രദേശത്താണെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ വെള്ളം എത്തുന്നത് വരെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തുന്നത് വരെ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല
വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായി കാണണമെന്നാണ് CPIക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് CPI വെള്ളിനഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ വലിയൊരു ഉപരോധം ഞങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. CPI ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് PV, നാരായണൻകുട്ടി TP, അഭിലാഷ് MC, അശ്വിൻ MC, ഉണ്ണി പള്ളത്ത് കോളനി, ശങ്കരൻകുട്ടി MC എന്നിവരും നേതൃത്വം നൽകി. അധികാരികൾ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിനും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ജനകീയ സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ ക്വാറിക്കെതിരെ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചു. ക്വാറിക്കെതിരെ നിയമപരമായും പ്രക്ഷോഭ പരിപാടികളുമായും മുന്നോട്ടു പോകാനാണ് ജനങ്ങളുടെ തീരുമാനം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ 1, 2, 3 വാർഡിലുള്ളവരാണ് യോഗം ചേർന്ന് ക്വാറി പ്രക്ഷോഭ സമിതി രൂപീകരിച്ചത്. പ്രദേശത്ത് ക്വാറി വരുന്നത് ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി വീടുകളും അങ്കണവാടികൾ, സ്കൂളുകൾ, ബേർഡ് സ്കൂൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു. വാർഡംഗം UT മാലതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP ഉണ്ണികൃഷ്ണൻ, P പ്രസന്ന, പഞ്ചായത്ത് അംഗങ്ങളായ VT ഷിഹാബ്, N റസാഖ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AM നാരായണൻ, വിജയൻ പൂവക്കോട്, PM വാസുദേവർ, E ഗോപിനാഥൻ, VK സെയ്താലി, NP ഹരികൃഷ്ണൻ, ET ഉസ്മാൻ, TV രഞ്ജിത്ത്, സതീഷ് സോപാനം, രഞ്ജിത്ത് കുണ്ടോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രക്ഷോഭ സമിതി ഭാരവാഹികളായി AN നീരജിനെ ചെയർമാനായും UT മാലതി, A റഷീദ്, NV ശങ്കർ എന്നിവരെ വൈസ് ചെയർമാൻമാരായും ഗോപി പൂവക്കോടിനെ കൺവീനറായും NP ഹരികൃഷ്ണൻ, T ശ്രീജിത്ത് എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും PM സിദ്ദീഖിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ടൂർ പാക്കേജുകളുമായി KSRTC മലപ്പുറം ജില്ലയിലെ ഡിപ്പോയിൽ നിന്നുൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അടുത്ത ജനുവരിയിലെ അവധി ദിവസങ്ങളിൽ ടൂർ സംഘടിപ്പിക്കും. ടൂർ പാക്കേജുകളിലൂടെയും വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് KSRTC. അടുത്ത ജനുവരിയിൽ മലപ്പുറം, നിലമ്പൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നിന്നാണ് 27 ടൂർ പാക്കേജുകൾ തീരുമാനിച്ചിട്ടുള്ളത്. മാമലക്കണ്ടം, മൂന്നാർ, മലക്കപ്പാറ, നെല്ലിയാമ്പതി, വയനാട്, സൈലന്റ് വാലി, ഗവി തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കാണ് ടൂർ സംഘടിപ്പിക്കുക. പെരിന്തൽമണ്ണയിൽ നിന്ന് 5, പൊന്നാനി, നിലമ്പൂർ ഡിപ്പോകളിൽ നിന്നും 4 വീതവും മലപ്പുറത്ത് നിന്നും 14 ടൂർ പാക്കേജുകളുമാണ് KSRTC പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 കോടി രൂപ ഈ ടൂർ പാക്കേജുകളിൽ നിന്നും നേടാനാണ് KSRTCയുടെ ശ്രമം. അവധി ദിവസങ്ങളിലാണ് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോവുക. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരെ യാത്രയിൽ കൊണ്ടുപോകും. പുലരും വരെ കളിയരങ്ങുമായി വെള്ളിനേഴിയിൽ താടിയരങ്ങ് നടന്നു. നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ 22ാം വാർഷികാഘോഷമായി നടന്ന താടിയരങ്ങ് ആസ്വാദകർക്ക് നവരസങ്ങൾ പകർന്നു നൽകി. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ 22ാം വാർഷികമാണ് താടിയരങ്ങായി ആഘോഷിച്ചത്. കളിയരങ്ങിനൊപ്പം മറ്റു കലാപരിപാടികളും ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി. ഉച്ചയ്ക്ക് സുവനീർ പ്രകാശനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. KC നാരായണൻ സുവനീറിൻ്റെ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് ആസ്വാദക സദസ്സ് നടന്നു. സാംസ്കാരിക സമ്മേളനം കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കലാകേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി അധ്യക്ഷനായി. പെരിങ്ങോട്ടുകുറിശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EB രമേശ് മുഖ്യാതിഥിയായി. പ്രൊഫസർ G ദിലീപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KM പരമേശ്വരൻ, കലാനിലയം ബാലകൃഷ്ണൻ, K അനിൽകുമാർ, C രാധാകൃഷ്ണൻ, O വിജയകുമാർ, ഡോക്ടർ V ഗോപാലകൃഷ്ണൻ, P സ്വാമിനാഥൻ, C ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുലരും വരെ നടന്ന കഥകളിയിൽ രാവണോത്ഭവം, നളചരിതം 2ാം ദിവസം, ഭഗവതം, ദക്ഷയാഗം തുടങ്ങിയ കഥകളിൽ പ്രഗത്ഭ കലാകാരന്മാർ വേഷമിട്ടു. ശംഭോ ദേവാ സ്മരഹര ഘോര വിഷധര. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. വേനൽ ആദ്യം തന്നെ പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ കുടിവെള്ള പദ്ധതികൾ ആശങ്കയിലാണ്. പുഴയുടെ മുറിയങ്കണ്ണിക്കടവിൽ നിന്നുള്ള കാഴ്ച കാണാം.
താഴേക്കോട്, ചെത്തല്ലൂർ, ചാമപ്പറമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതികളും മാമ്പ്ര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും വിവിധ ചെറുകിട കുടിവെള്ള പദ്ധതികളും എല്ലാം മുറിയൻകണ്ണിപ്പുഴയെ ആശ്രയിച്ചുള്ളതാണ്. എന്നാൽ വേനൽ ആദ്യമായപ്പോഴേക്കും പുഴയിലെ വെള്ളം ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി. ചെത്തല്ലൂർ മുറിയൻകണ്ണിക്കടവിൽ നിന്നുള്ള കാഴ്ചയാണിത്. വെള്ളം താഴ്ന്ന മണൽ പരപ്പുകളായി മിക്ക ഭാഗങ്ങളും. ഈ ഭാഗങ്ങളിൽ പുല്ലും കാടും വളർന്നു തുടങ്ങി. തച്ചനാട്ടുകര, അലനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്കായി വിഭാവനം ചെയ്ത തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുറിയൻകണ്ണി കടവിൽ നിന്നാണ്. ഈ രീതിയിൽ പുഴ വറ്റുമ്പോൾ കുടിവെള്ള പദ്ധതികളെല്ലാം ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുഴ നേരത്തെ വറ്റുന്ന സ്ഥിതിയാണ്. അവധിക്കാലം ക്രിയാത്മകമാക്കാൻ വെള്ളിനേഴി കുറ്റാനിശ്ശേരിയിൽ കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. കുറ്റാനിശ്ശേരി യുവജന വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുറ്റാനിശ്ശേരി യുവജന വായനശാലയുടെയും ചങ്ങാതിക്കൂട്ടം സാംസ്കാരിക വേദിയുടെയും ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി കളിക്കൂട്ടം എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ശിവശങ്കരൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സെക്ഷനുകളിലായി രാമൻകുട്ടി മാസ്റ്റർ, മുജീബ് റഹ്മാൻ, കേളു മാസ്റ്റർ, സാരംഗ് രാഘവൻ, അർജുൻ ശങ്കർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഏകദിന ക്യാമ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ അനുഭവമാണ് നൽകാൻ കഴിഞ്ഞതെന്നും ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചങ്ങാതിക്കൂട്ടം സാംസ്കാരിക വേദി പ്രവർത്തകർ പറഞ്ഞു. എന്തായാലും നല്ല രൂപത്തിലുള്ളൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. വേറിട്ട കുറേ പരിപാടികൾ നമുക്ക് വായനശാലയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഈ വരുന്ന 31 തീയതി പുതുവർഷ പുലരി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട്. വലിയ ഏകദേശം 16ഓളം കുട്ടികളുടെ ഒരു മേളം അരങ്ങേറ്റം ശ്രീ പനമണ്ണ ശശിയേട്ടൻ്റെ നേതൃത്വത്തിൽ ചെണ്ട അഭ്യസിച്ച കുട്ടികളുടെ ഒരു മേളം അരങ്ങേറ്റം കൂടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിൽ തിരുവാതിര 27-ന് വിപുലമായി ആഘോഷിക്കും. വൈകിട്ട് 5:30-ന് 200ഓളം പേർ അണിനിരക്കുന്ന മെഗാ തിരുവാതിരക്കളി നടക്കുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ MT സുരേഷ്, K മുരളീമോഹൻ, MP മോഹൻദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 29-ന് മണ്ഡല താൽപ്പര്യവും ആഘോഷിക്കും. വൈകിട്ട് 7-ന് സംഗീതസുധ, 8:30-ന് തായമ്പക, പുലർച്ചെ 2-ന് മേളം എന്നിവയും ഉണ്ടാകും. തിരുവാതിര ആഘോഷം മണ്ഡല താലൂക്കിൽ തിരുവാതിരാഘോഷം കേരളത്തിലെ സ്ത്രീകളുടെ ഒരു മഹാ ആഘോഷമാണ് തിരുവാതിര ആഘോഷം. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും തിരുവാതിര നോമ്പ് നോറ്റ് സ്ത്രീകൾ വളരെ വനിതകളുടെ ആഘോഷം വളരെ ഗംഭീരമായി നടക്കുന്ന സമയത്ത് ഡിസംബർ 27-ന് കോട്ടപ്പുറം തിരുവളനാട്ടുകാവിൽ തിരുവാതിരാഘോഷത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര കളി സംഘടിപ്പിച്ചിട്ടുണ്ട്. 200ഓളം കലാകാരികളാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ്. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി പൂജ ചെയ്ത അക്ഷതം വിശ്വാസികളുടെ വീടുകളിൽ എത്തിക്കുന്നതിനായി ഏറ്റുവാങ്ങി. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് അക്ഷതം ഏറ്റുവാങ്ങിയത്. അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി പൂജ ചെയ്ത് അക്ഷതം വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലാണ് അക്ഷതം ഏറ്റുവാങ്ങിയത്. പുന്നപ്പാല ശങ്കരാശ്രമം മഠാധിപതി സ്വാമി പരമാനന്ദപുരി ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകോട് ആഞ്ജനേയാശ്രമ മഠാധിപതി അരുൺ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. KV രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. വിഭാഗ് സഹകാര്യവാഹക് K കൃഷ്ണകുമാർ, സംയോജക് K അജിത് എന്നിവർ സംസാരിച്ചു. 60 പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യേണ്ട അക്ഷതമാണ് ഏറ്റുവാങ്ങിയത്. അടുത്ത ദിവസങ്ങളിൽ അക്ഷതവുമായി ഗൃഹസമ്പർക്കം നടത്തും. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അമലാംബിക റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. രാവിലെ 7 മണിക്ക് ക്രിസ്മസ് കുർബാന നടന്നു. ഇടവക വികാരി ഫാദർ സുജിൻ ജോൺ ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് കേക്ക് വിതരണം, ക്രിസ്മസ് ട്രീ നറുക്കെടുപ്പ് എന്നിവയും ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം.
പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂൾ 1990-91 SSLC ബാച്ചുകാർ ഒത്തുചേർന്നു. പൂർവ്വകാല അധ്യാപകരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. സൗഹൃദക്കൂട്ട് എന്ന പേരിലാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990-91 വർഷത്തെ SSLC ബാച്ചുകാർ ഒത്തുചേർന്നത്. പൂർവ്വകാല അധ്യാപകരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. പ്രശസ്ത സിനിമാ സീരിയൽ താരം കിഷോർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പട്ടാളസിംഗിൽ കയറുക ഒരവസ്ഥ അവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഏകദേശം പെട്ട്. അപ്പൊ പിന്നെ എന്തായാലും അതിലേക്ക് ചേരാന്നല്ലോ. അപ്പൊ രാമചന്ദ്രന് വലിയ നന്ദിയുണ്ട്. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച സംഘടകർക്കും വളരെ നന്ദി ഞാൻ അറിയിക്കണം. കാരണം ഇതുപോലെ ഇനി കുറെ അവസരങ്ങൾ വരും. കാരണം ചൂസ് ചെയ്ത മേഖല ആക്ടിംഗ് ആണ്. അപ്പം എനിക്ക് ഇനിയും കൂടുതൽ ഇങ്ങനത്തെ പ്രോഗ്രാം വരുമ്പോൾ ആൾക്കാർക്ക് ജാടയാണ്, സത്യം പറഞ്ഞ പേടിയാണ്, ജാടയാണ്. പേടിയോണ്ടാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ എനിക്ക് ഇത്ര ടെൻഷനില്ല. ഇപ്പോഴും ഞാൻ കുറച്ചുകൂടെ പറയണം. ഇതിന് മുമ്പ് വരുമ്പോഴും ഞാൻ ഒരു കാറിൽ ഇരുന്നിട്ടായാലും വലിയൊരു സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയേണ്ടത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായാലും ഭയങ്കര കമ്പനിയാണ്, അത് കുറച്ചുകൂടി ഫ്രീ ആണ്. അപ്പം ഈ 33 വർഷത്തിന് ശേഷം ഇങ്ങനൊരു പ്രോഗ്രാം ഇന്നലെ സംഘടിപ്പിച്ചതിന് വലിയൊരു ആശംസകൾ തരികയാണ്. കാരണം ഞങ്ങൾക്കോലും 10ാം ക്ലാസ്സിന്റെ റിയൂണിയൻ വെച്ചിട്ടുണ്ടെങ്കിൽ 5 പേര് മാക്സിമം 15 പേരൊക്കെ വരാറുണ്ട്. കാരണം ഇവിടുത്തെ പഠിച്ച ആ മേഖലയിൽ തിരിയണമെന്നാണ്. തുടർന്ന് അധ്യാപകരെ ആദരിക്കലും വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടന്നു. സാജിദ് CA അധ്യക്ഷനായി. കൺവീനർ അജി പട്ടാമ്പി, ഹുസൈൻ തട്ടത്താഴത്ത്, അഡ്വക്കേറ്റ് സിനി, ഡോക്ടർ സാജൻ, KMA ജലീൽ, ഷംസുദ്ദീൻ, ഹിലർ, ഷാനവാസ്, രാജേഷ് ബാബു, രാമചന്ദ്രൻ, പ്രേംകുമാർ, ബിനു, സജീവ്, രാജൻ, ഷാജിദ് CV, പമ്പാവാസൻ, പ്രഭാകരൻ, വാഹിദ് കാര്യാട്ട്, കുഞ്ഞിമോൻ, മംഗളാദേവി, ദേവി ഭാഗ്യലത, ഷാഹിന KP എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. JCI ശ്രീകൃഷ്ണപുരം ചാപ്റ്ററിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഈ വർഷത്തെ ടോബിപ്പ് അവാർഡുകളും വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. പ്രൊഫഷണൽ രംഗത്ത് മികവ് പരിഗണിച്ച് സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി OP, പ്രശസ്ത നർത്തകിയും നൃത്ത അധ്യാപികയുമായ ശ്രീയ KN, ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ സ്ഥാപക ഡോക്ടർ സരിക ശിവൻ എന്നിവർക്കാണ് അവാർഡ് നൽകിയത്. JCI ഇന്ത്യയുടെ മുൻ ദേശീയ പ്രസിഡന്റ് സന്തോഷ് കുമാർ, JCI മേഖല അധ്യക്ഷ ചിത്ര KS എന്നിവർ ചേർന്ന് പുരസ്കാരം സമർപ്പിച്ചു. JCI ശ്രീകൃഷ്ണപുരം പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായി. മേഖലാ വൈസ് പ്രസിഡന്റ് അനേക്, വർഷ S കുമാർ, സിറിൽ ബേബി, സുനിൽ കുമാർ, പ്രസാദ്, ജയന്തി, മേഖലാ കോർഡിനേറ്റർ അരുൺ രവി, പ്രോഗ്രാം ഡയറക്ടർ സുരേഷ്, സെക്രട്ടറി സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകിയ തൂതയിലെ Z1 വിജയകരമായ 5ാം വർഷത്തിലേക്ക്. പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളും പർദ കളക്ഷൻസും ഒരുക്കി Z1 വിപുലീകരിച്ചു. പറപ്പൂർ ബാവ ഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ പരിചയപ്പെടുത്തി തൂതയിൽ 2019 Z1 പ്രവർത്തനം ആരംഭിച്ചത്. 5ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന Z1 ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് പ്രമുഖ കമ്പനികളുടെ പർദ കളക്ഷനുമായി വിപുലീകരിച്ച Z1 പർദ കളക്ഷൻസ് ആൻഡ് ടെക്സ്റ്റൈൽസ് പറപ്പൂർ ബാവ ഹുദവി ഉദ്ഘാടനം ചെയ്തു. ബാവ ഹുദവി ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. തൂത ജുമാ മസ്ജിദ് ഖത്തീബ് ഹിബത്തുള്ള ദാരിമി, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, അംഗങ്ങളായ MP മജീദ്, ഹംസക്കുട്ടി, CH ഹമീദ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അഞ്ചാം വർഷത്തിലേക്ക് കടക്കണം. ഇവിടെ എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പർദ്ദയുടെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറമെ ടെക്സ്റ്റൈൽസ് രംഗത്തുള്ള എല്ലാ മികവുറ്റ കമ്പനികളുടെയും തുണിത്തരങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജെൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത ടോപ്പുകൾ, ഗൗണുകൾ, അതുപോലെ ചില്ലർ മെറ്റീരിയൽസുകൾ,
അങ്ങനെ തുണിത്തരങ്ങളിൽ എല്ലാം ഷാളിൻ്റെ വലിയൊരു കളക്ഷൻ ഞങ്ങൾ സെപ്പറേറ്റ് ഇന്ന് ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഗൾഫിലും സൗദിയിലൊക്കെ UAE കിട്ടുന്ന ഐറ്റംസുകൾ ഇനി നമുക്ക് ഇവിടെ സുലഭമായി കിട്ടാൻ ഈ തൂത പട്ടണത്തെ നമുക്ക് കൈപ്പിടിച്ച് ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ 4-5 വർഷത്തെ പരിചയം നമുക്ക് അതിനുള്ള വലിയൊരു പ്രചോദനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു പുതിയൊരു സംരംഭം ഇങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. തൂതയിലെയും സമീപ പ്രദേശങ്ങളിലെയും അനേകം ആളുകളുടെ വസ്ത്രസങ്കല്പങ്ങൾ സാർത്ഥകമാക്കി നിലകൊള്ളുന്ന Z1 കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ന്യൂജൻ ഫാഷൻ വസ്ത്രങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രമുഖ കമ്പനികളുടെ പർദ്ദകൾ, ഹിജാബുകൾ, അഭായകൾ, ചുരിദാറുകൾ തുടങ്ങിയവ ഏറ്റവും പുതിയ ട്രെൻഡുകളിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണിപ്പോൾ. ഞങ്ങൾ ഇവിടെ തന്നെ അധികം പർച്ചേസ് ചെയ്യൽ ഇപ്പോൾ ഒന്നുകൂടി വിപുലീകരിച്ച് കുറേ കളക്ഷൻസും പർദ്ദ ആയാലും പിന്നെ ലേഡീസിൻ്റെ ടോപ്സും ചുരിദാർസും എല്ലാം കുറേ കളക്ഷൻസും കുറേ വെറൈറ്റി ആയാലും കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഈ ആലിയക്കട്ട് പിന്നെ അതേപോലെ ഷിഫോണിൽ വരുന്ന അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഗൗണ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സ്ത്രീകളെ പർദ്ദയാണ്. അത് വെറൈറ്റി പല മോഡലുകളായിട്ട് പുതിയ മോഡലുകൾ നമ്മൾ ഒരുപാട് കട കയറി ഇറങ്ങുന്നതാണ്. പക്ഷേ നമ്മളെ തൂത ഭാഗത്ത് ഇത്ര നല്ലൊരു സൗകര്യമുള്ള ഒരു കട വന്നതിൽ നല്ല ഒരു അടുത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് പർച്ചേസ്, സ്ത്രീകൾക്ക് സ്വന്തമായി വന്ന് പർച്ചേസ് ഏത് സമയത്തും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലത്താണ് ഇത് എത്തിപ്പെട്ടിട്ടുള്ളത്. തൂത ഭാഗത്ത്, അതായത് ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇല്ല, ഏറ്റവും കൂടുതൽ വെറൈറ്റികളില്ല സ്ഥാപനമാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകിച്ച് ലേഡീസിന് എല്ലാ വെറൈറ്റി ഐറ്റങ്ങളും ബ്രാൻഡ് സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് വിലക്കുറവുണ്ട് എന്നുള്ളതാണ്. ചപ്പൽസിന്റെ വിപുലമായ ശേഖരവുമായി ഫിറ്റ് ഫുഡ്വെയർ, ഫാൻസി ടോയ്സ്, ഗിഫ്റ്റ് ഐറ്റംസുമായി നൈസ് ഫാൻസി വെയർ, പുരുഷവസ്ത്രങ്ങളും സ്പോർട്സ് സാമഗ്രികളുമെല്ലാം ലഭ്യമാകുന്ന ജെൻസ് ആൻഡ് സ്പോർട്സ് എന്നീ വിഭാഗങ്ങളും തൂത ബിസ്മി ടവറിലെ Z1-ൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രത്യേക കളക്ഷനും Z1-ലുണ്ട്. അഞ്ചാം വർഷത്തോടനുബന്ധിച്ചുള്ള സമ്മാന മഹോത്സവത്തിൽ ആകർഷകമായ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകും. സ്കൂട്ടർ, 5000-3000 രൂപയുടെ മൂല്യമുള്ള പർച്ചേസ്, മാസം തോറുമുള്ള പ്രത്യേക സമ്മാനങ്ങളുമെല്ലാമാണ് മഹോത്സവത്തിലെ സമ്മാനങ്ങൾ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദിവസം 20% ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 5 വർഷം പൂർത്തിയാവുന്നതോടുകൂടി ഒരു നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനം സ്കൂട്ടി, അതേമാതിരി 2ാം സമ്മാനം 5000 രൂപയുടെ പർച്ചേസ്, 3ാം സമ്മാനം 2000 രൂപയുടെ പർച്ചേസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ നാട്ടുകാരുടെ സഹകരണം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തുടർന്നും ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇരുനിലകളിലായി 10000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന Z1 സെലക്ഷനിലും വിലക്കുറവിലും ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മികച്ച സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. നെല്ലായ മോസ്കോ പൊട്ടച്ചിറയിൽ പാടത്ത് കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 76-കാരനായ അയ്യപ്പനാണ് മരിച്ചത്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അയ്യപ്പനെ മരിച്ച നിലയിൽ പാടത്ത് കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. തൂതുപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു. വീട്ടിക്കാട് പുലാക്കൽ ഷമീർ ബാബുവിന്റെ മകൻ 12 വയസ്സുള്ള മുഹമ്മദ് ബിൻഷാനാണ് മരിച്ചത്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വെള്ളിനേഴി ചാമക്കുന്ന് മള്ളിയൂർ കോളനിക്കാരുടെ കുടിവെള്ള പ്രശ്നം. CPM ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന CPI. പ്രദേശത്തേക്ക് കുടിവെള്ള വിതരണം നടത്തി CPI. ആവശ്യമെങ്കിൽ ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ. വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ടൂർ പാക്കേജുമായി KSRTC. മലപ്പുറത്ത് വിവിധ ഡിപ്പോകളിൽ നിന്നും കൂടുതൽ ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. അവധി ദിവസങ്ങളിലാണ് യാത്ര.
പട്ടാമ്പി മരുതൂരിൽ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ. ക്വാറിക്കെതിരെ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചു. ജനവാസ മേഖലയിൽ ക്വാറി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.